ഇത് അബ്ദുള്ള 2 നമ്പറുണ്ട്, കമ്പനി നമ്പർ. ഇതെന്റെ പേഴ്സണൽ നമ്പറാണ്. പക്ഷെ അവൻ മറ്റേ നമ്പർ എന്നെ എത്തി തരാഞ്ഞത്. അങ്ങനെ ഞാൻ കുറെ സമയം 1 മണിക്കൂറായി വന്നിട്ട്. ഞാൻ ഫോണ് ഇന്ന് ഇവിടെ മഴയായോണ്ട് കുറെ പടിയുണ്ട്, ഫോൺ കുത്തിയിടാൻ മറന്നുപോയി. ഇതെന്താ മനസ്സിലായോ? എന്താ മനസ്സിലായോ? ഇത് എന്താണ് പരിപാടി? എന്താ പരിപാടിയൊന്നും ഇല്ല. ഇത് ഇവരെ അങ്ങനെ ഒപ്പിച്ചു. എന്തെന്ന് ദിവസം എന്താ? ഇന്ന് എന്റെ ബർത്ത്ഡേ. മാഷാ അല്ലാഹ്, ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഇതറിഞ്ഞിരുന്ന ഞാൻ ഈ ഡ്രസ്സ് പോലെ നല്ല ഡ്രസ്സ് കിട്ടുന്നില്ല. അത് പറയാൻ പാടില്ല, പറഞ്ഞ സർപ്രൈസ് പോയില്ലേ. ഇതിപ്പോ ആരാ? അവള് തന്നെയാ? ആരാണ്? നിങ്ങൾ വൈഫാണ് എന്റെ. ഉറപ്പന്നെയാ? കാമുകിയാണെങ്കിലോ? കാമുകി നമുക്ക് ഇരിക്കണ, കാമുകി നമുക്കില്ലല്ലോ. എല്ലാം അവളാണല്ലേ? ഹാപ്പി ബർത്ത്ഡേ മൈ ലവ്. താങ്ക് യു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അവൾ ഓൾറെഡി അവിടെ വേറൊരു സർപ്രൈസ് നാട്ടിലൊടുക്കി. ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നാട്ടിൽ കൊടുത്തങ്ങനെ? നാട്ടിൽ അവൾ എന്ത് ചെയ്തു? അവള് ഇത് ചെയ്തു, ആൾക്കാർക്ക് ഫുഡ്, പുറത്തുള്ളവർക്ക് ഫുഡ്, വഴി സൈഡിൽ അഴിയിരിക്കുന്നവർക്ക് ഫുഡ് പേരിൽ കൊടുത്തു. ഈ നോർത്ത് ഇന്ത്യയിലേക്ക് കൊടുക്കാറുണ്ട്. എല്ലാം കൊണ്ട് നിങ്ങൾ കാര്യമായിട്ട് വന്നല്ലേ? ഞാൻ അബ്ദുള്ളയുടെ, കമ്പനി നമ്പർ ഉണ്ടല്ലോ അബ്ദുള്ള, എന്റെ ഈ നമ്പർ അബ്ദുള്ളക്ക് അറിയാം. എന്നാലും എന്താ ഞാൻ ഒട്ടും വിചാരിച്ചില്ല. അല്ല, ഞാൻ ഒട്ടും വിചാരിച്ചില്ല. ഞാൻ ഒരാളോട് പറഞ്ഞ, എന്റെ കൂടെ ജോലി ചെയ്യുന്നോട് പറഞ്ഞേ ഉള്ളു, കഴിഞ്ഞതിന് മുന്നത്തെ തവണ അവള് വേറെ ഒരാളെ കൊണ്ട് ഇത് ചെയ്യിച്ചു, കൂടെ ജോലി ചെയ്യുന്നതിനെ കൊണ്ട് ഇതുപോലെ മേടിച്ചു തന്നു പറഞ്ഞു. ഈ പ്രാവശ്യം ഞാൻ പൈസ ഒന്നും കളയണ്ടെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. എന്തായാലും സന്തോഷിപ്പിക്കാം, ഈ സന്തോഷം കിട്ടില്ലല്ലോ. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. നിങ്ങൾ എവിടെയാ? നമ്മള് സാഹില്. എങ്ങനെ കണ്ടുപിടിച്ചു? ഇതൊക്കെ ഉണ്ട്, ഇൻസ്റ്റാഗ്രാം വഴി തപ്പിയതാണല്ലേ? എന്താ ഇപ്പം പറയണ്ടത്? ഞാൻ നേരിട്ട് വിളിച്ചു പറഞ്ഞു. അവൾ എന്നെ വിളിച്ച് കുറെ തവണ വിളിച്ചിപ്പോ. അപ്പൊ ഞാൻ പറഞ്ഞു ബിസിയാ, പിന്നെ വിളിക്കാന്ന് പറഞ്ഞു. ഇപ്പൊ ഇങ്ങനെ പറഞ്ഞത് അബ്ദുള്ളാന്റെ ഫ്രണ്ട് എന്ന് പറയണമെന്നല്ല. താങ്ക് യു.